ഹരി ഓം. ഹരേ കൃഷ്ണ. നാരായണീയം വലിയ കുഴപ്പമില്ലാതെ വായിക്കുക, പാരായണം ചെയ്യുക. ആ ഉദ്ദേശമാണ് ഈ ക്ലാസ്സിൻ്റെ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ്, ആ പാകത്തിനാണിത് ചിട്ടപ്പെടുത്തിയത്. പദങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വായിക്കുക, അത്രയേ ഉള്ളൂ. അർത്ഥം മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ആ ശ്ലോകത്തിൻ്റെ ആശയം മനസ്സിലാക്കുക. ഇപ്പോൾ തെറ്റില്ലാതെ, വലിയ കുഴപ്പമില്ലാതെ ആ ദശകങ്ങൾ വായിക്കാൻ സാധിക്കുക. പദങ്ങൾ മനസ്സിലാക്കി, ചില വലിയ പദങ്ങളാണെങ്കിൽ അതിൻ്റെ പദച്ഛേദം എങ്ങനെയാണ്, ഇനി സമസ്ത പദമാണെങ്കിൽ, ഒരുമിച്ചുള്ള പദമാണെങ്കിൽ അതെങ്ങനെ വായിക്കണം. അപ്പോൾ അതിനുള്ള ആ പദങ്ങൾ മനസ്സിലാക്കി വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. കേൾക്കുന്നവർക്കും അത് ആസ്വദിക്കാൻ പറ്റും. പദങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അയാൾ വായിക്കുന്നത് എന്ന് അറിവുള്ളവർക്ക് മനസ്സിലാവും. ആ ഭാഗത്തിന് വായിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതി ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഏറ്റവും പ്രധാനം കേൾക്കൽ തന്നെയാണ്, ശ്രവണമാണ് പ്രധാനം. ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം ശ്രവണം തന്നെയാണ്. അതാണ് പണ്ടൊക്കെ പറയുക, ഗുരുമുഖത്തുനിന്ന് കേൾക്കണം എന്ന് പറയാൻ കാരണം ഉച്ചാരണം, പദങ്ങൾ അതൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അത് വേണ്ടതുപോലെ ആവുക. അപ്പം അതുകൊണ്ട് പലതവണ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1 നോക്കാം. പദങ്ങൾ മുറിച്ചും കൊണ്ടൊക്കെ ആവും ചിലത് വായിക്കുക. അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. പദം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. എങ്ങനെയാണോ പുസ്തകത്തിലുള്ളത് അങ്ങനെ തന്നെ വായിക്കാം. പക്ഷേ ഇന്നതാണ് പദം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വായിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം. അവിടെ പദം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. പുനരുരു എന്നല്ല, പുനഃ ഒരു പുരുഷാർത്ഥാത്മകം, ഇങ്ങനെയാണ് പദം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണണം, അത് ശ്രദ്ധിക്കുക. പുനഃ ഒരു പുരുഷാർത്ഥാത്മകം ഒരുമിച്ചായപ്പോൾ എന്തായി? പുനരുരു പുരുഷാർത്ഥാത്മകം. അപ്പോൾ വായിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം, അദ്ദേഹം വായിക്കുന്നത് പുനഃ ഒരു പുരുഷാർത്ഥാത്മകം എന്നറിഞ്ഞും കൊണ്ട് വായിക്കുക എന്ന് കേൾക്കുന്നവർക്കും തോന്നണം. ആ മട്ടിൽ വേണം വായിക്കാൻ. പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഒന്നുകൂടി വായിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. അത് ഒരുമിച്ച് വായിക്കാം. ഇതിപ്പോൾ പദം മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ മുറിച്ചു എന്നേ ഉള്ളൂ. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ. അതൊരുമിച്ച് തന്നെ വായിക്കണം. പിന്നെ എന്തിനാ അതിൻ്റെ ഇടയ്ക്കൊന്ന് നിഗമ കഴിഞ്ഞിട്ട് വിട്ടത് ചോദിച്ചാൽ, അത് നിഗമശതസഹസ്രേണ എന്ന് ചിലർക്ക് അത് നിഗമശ അങ്ങനെ ഇപ്പോൾ ഉണ്ടാച്ചിട്ടാണ് വായിക്കുന്ന സമയത്ത്. നമുക്കിപ്പോൾ അത് കുറേ ശീലമുള്ളത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ആദ്യമായിട്ട് ഈ പദം മനസ്സിലാവാത്ത ഒരാൾ വായിക്കുമ്പം എവിടെ മുറിക്കണം, അല്ലെ എവിടെയാണ് ഇത് മുറിക്കലല്ല, എവിടെയാണ് ഈ പദങ്ങൾ എന്താണെന്ന് അറിയാത്തൊരു പ്രശ്നം വരും. അപ്പം നിഗമശ അങ്ങനെയൊന്നും വായിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിഗമശതസഹസ്രേണ. ഒരുമിച്ച് തന്നെ വായിക്കാവൂ, പക്ഷേ ഇതാണ് പദം എന്ന് മനസ്സിലാക്കുക. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. രണ്ടാമത്തെ ശ്ലോകം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യത്തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമഃ. ഏവം ദുർലഭ്യവസ്തുന്യപി. അവിടെയാണ് പദം മനസ്സിലാക്കി വയ്ക്കുക. ദുർലഭ്യവസ്തുനി അപി,
വസ്തുനി അപി ഒരുമിച്ചായപ്പോൾ വസ്തുന്യപി. വസ്തൂന്ന് ദീർഘല്യ, ദുർലഭ്യ വസ്തുന്യപി. അതുപോലെ ഏതേ താവദ്വയം തു, താവത്ത് വയം തു ഒരുമിച്ചായപ്പോൾ താവദ്വയം തു. ഒരിക്കലും താവദ്വയം തു എന്ന് വായിക്കരുത്, ദ്വയം അല്ല, താവത്ത് വയം എന്നാണ്. അപ്പോൾ ഏതേ താവദ്വയം തു. കേൾക്കുന്നവർക്ക് അർത്ഥം മനസ്സിലാക്കി വായിക്കുക എന്നുള്ളത് മനസ്സിലാവണം. നമ്മൾ അർത്ഥം മനസ്സിലാക്കും വേണം, പദങ്ങൾ മനസ്സിലാക്കണം, കേൾക്കുന്നവർക്ക് അത് വ്യക്തമാവണം. ഏതേ താവത് വയം തു. സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഹ. അല്ലെങ്കിൽ ഗുരുപവനപുരാധീശമേവാശ്രയാമഹ. അപ്പോൾ ഇവിടെയും നമുക്കിപ്പം ഇതൊക്കെ പദങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. ഉച്ചാരണം എന്തു ചെയ്യും? ഇപ്പം ദുർലഭ്യ, ലഭ്യ, ധിയ, ഭജതി. ഭജതി എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഭജതി എന്തു ചെയ്യും? അതിനെന്താ അപ്പം വഴി? അതിനെന്താ വഴി ചോദിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമാണ് വഴി, വേറെ വഴിയില്ല. ഉച്ചരിച്ച് പഠിക്കുക, കേൾക്കുക, കേൾക്കുക, കേൾക്കുക. ഭജതി, ബത, കണ്ടില്ലേ? ഭ എന്ന് പറയുമ്പോൾ അവിടെ ഘോഷമാണ്, ബ എന്ന് പറയുമ്പോൾ മൃദുവാണ്. ഭജതി ബത ജന ക്ഷുദ്രതൈവ സ്ഫുടേയം. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ശ്ലോകം. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈഃ ഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം. തത്സ്വച്ഛത്വാത് യദച്ഛാദിതപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. അവിടെ ബുദ്ധിമുട്ടുള്ള വരി തത് സ്വച്ഛത്വാത്, അതാണ്. അപ്പം അതിനാണ് പദം മുറിച്ച് വെച്ചത്. അതൊരുമിച്ച് തന്നെ വായിക്കാൻ ശ്രമിക്കുക, പക്ഷേ മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത്. തത് സ്വച്ഛത്വാദ്യതച്ഛാദിതപരസുഖചിത് ഗർഭനിർഭാസരൂപം. അപ്പോൾ അത് മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെ വായിക്കാൻ ശ്രമിക്കുക. പദം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഒന്ന് സാവധാനം വായിച്ചാൽ മതി, ഇത്രയേ വേണ്ടൂ. തത് സ്വച്ഛത്വാദ്യതച്ഛാദിതപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നാലാമത്തെ ശ്ലോകം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ. നിരവധി പരമാനന്ദ പീയൂഷരൂപേ ഒരുമിച്ച് തന്നെയാണ് വായിക്കേണ്ടത്. നടുക്ക് ഇടയ്ക്കിടയ്ക്ക് വരട്ടത് എന്താ ചോദിച്ചാൽ നിരവധി പരമാനന്ദ പീയൂഷ രൂപേ. അങ്ങനെ വിട്ടുവിട്ട് വായിക്കാൻ പാടില്ല. അതാണ് കേവലം ഈ എഴുതിയത് മാത്രം കണ്ടാൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറയണത് കൂടി കേൾക്കും വേണം. നിരവധി പരമാനന്ദ പീയൂഷരൂപേ അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് വെച്ച് വരട്ടെന്ന് മാത്രം. നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വത്കലാസ്വേവ ഭൂമൻ. ഇനി ഇതേപോലെ വിസ്തരിക്കുന്നില്ല, ഇനി വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയും കേട്ടപ്പോൾ ഇതിൻ്റെ ഒരു ശൈലിയും സമ്പ്രദായവും മനസ്സിലായിട്ടുണ്ടാവും. അഞ്ചാമത്തെ ശ്ലോകം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത് ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. പ്രകൃതി അസതി ഒരുമിച്ചാകുമ്പോൾ പ്രകൃതിരസതി നൈ. തസ്യാഹ സംശുദ്ധമംശം കമപി തമതിരോധായകം. തം അതിരോധായകം ഒരുമിച്ചാകുമ്പം തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ശരി, ആറാമത്തെ ശ്ലോകം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീ കേളികാരം. ഒരുമിച്ച് തന്നെ വായിക്കണം കേട്ടോ. പ്രത്യഗ്ര ധാരാധര ലളിതകള യാവലി കേളികാരം ഇങ്ങനെ വായിക്കാൻ പാടില്ല. അത് പദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെച്ചാൽ പ്രത്യഗ്രധ രാധരല അങ്ങനെയൊന്നും ആയി പോകാണ്ടിരിക്കാനാണ്. കാരണം ഇത് കുട്ടികൾക്ക് എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ്.
സാധാരണ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ചെറിയ കുട്ടികൾക്ക്, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് കുട്ടികൾക്ക് ഒരു 5 അക്ഷരങ്ങളിലധികം വരുന്ന പദമാകുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വലിയ ഇപ്പം പ്രത്യഗ്രധാരാധര ലളിത കലായാവലി കേളികാരം എന്നുള്ളത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വരട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക, സാവധാനം വായിക്കുക. സാവധാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് വായിക്കുക എന്നർത്ഥം. ശ്രദ്ധിച്ച് വായിക്കുക, പദങ്ങൾ മനസ്സിലാക്കിയിട്ട് തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശ്ചങ്കലീലാനിലയനം. ഇതിങ്ങനെ അവിടെ വരച്ചിട്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും? നിശ്ചങ്കലീലാനി എന്ന് വായിച്ച് പോകേണ്ട കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ശ്രദ്ധിക്കുക, ലക്ഷ്മീനി എന്നല്ല, ലക്ഷ്മീ നിശ്ചങ്കലീലാനിലയനം, ലക്ഷ്മീ നിശ്ചങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഹം അന്തഃസിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂട്ടി വായിക്കാൻ എളുപ്പമുണ്ടാവും. കൂട്ടി വായിക്കണത് ഞാൻ വിസ്തരിക്കുന്നില്ല, അത് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്, അത് പുസ്തകത്തിലുമുണ്ട്. അപ്പോൾ ഇത് പദം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അധികം വിസ്തരിച്ചാൽ നമ്മുടെ ഈ ഓഡിയോ അതിൻ്റെ വലിപ്പം കൂടും, കേൾക്കാനും പഠിക്കാനും അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് വേണ്ടതുപോലെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, ഭക്തിയോടുകൂടി ശ്രവണം ചെയ്യുക, പഠിക്കുക. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യവം പൂർവം ആലോചിതം അജിത മയാ നൈവം അദ്യാഭിജാനേ. നോ ചേത് ജീവാഃ കഥം വാ മധുരതരമിദം ത്വദ്വപുഃ ഛിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈഃ അനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല. നിരവധികഫല, പലരും നിരവധി എന്നുള്ളത് മലയാളത്തിൽ കുറേ കേട്ട് പരിചയമായിട്ട് നിരവധി കഫല എന്നൊക്കെ വായിക്കാറുണ്ട്. അത് അങ്ങനത്തെ അബദ്ധം പറ്റിപ്പോകരുത് കരുതിയിട്ടാണ്, അതിനാണ് ഈ ഒരു ഉപായം അല്ലെങ്കിൽ ഇങ്ങനെയൊരു രീതി സ്വീകരിച്ചത്. നിരവധിക ഫല. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക എന്ന് കേൾക്കണവർക്ക് മനസ്സിലാവണം. നിരവധി കഫല എന്നല്ല, നിരവധിക ഫല. നിരവധിക ഫല. നിരവധിക പറഞ്ഞ് നിർത്തരുത്, നിർത്തണം എന്നല്ല പറയണത്. പക്ഷേ കേൾക്കുമ്പം ഇങ്ങനെ തോന്നണം, എന്ത്? നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. ശരി, 9ാമത്തെ ശ്ലോകം. കാരുണ്യാത് കാമമന്യം ദതതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേതി അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. 10ാമത്തെ ശ്ലോകം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജഃ സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖിലവിദസി. ശ്രീരഖിലവിദസി, അത് പദം മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. ശ്രീഹി അഖിലവിത്ത് അസി, ഒരുമിച്ചാകുമ്പോൾ ശ്രീരഖിലവിദസി നക്വാപി തേ സംഗവാർത്ത തത്വാതാകാരവാസിൻ. തദ്വാതാകാരവാസിൻ പദം പിരിക്കുമ്പം തത്വാതാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി. 10 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഒരു ദശകം ഇവിടെ സമർപ്പിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം വിസർഗത്തിൻ്റെ ഉച്ചാരണം, അത് ശ്രദ്ധിക്കണം. പലരും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ അത് വായിക്കാതെ പോവാറുണ്ട്. അത് ശരിയല്ല.
വിസർഗം ഇല്ലെങ്കിൽ അർത്ഥം തന്നെ അർത്ഥത്തിന് മാറ്റം വരും. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നിസ്പൃഹൈ അല്ലെ, നിസ്പൃഹൈശ്ചോപഗീതം. ഇപ്പം നമ്മൾ ദുഃഖം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുക? ദു കഴിഞ്ഞ് വിസർഗമുണ്ട് ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ് പറയുക? ദുഃഖം, ദുഃഖം അങ്ങനെ പറയാം. ദുഃഖം എന്നല്ല, ദുഃഖം. ഇതുപോലെ ഇപ്പോൾ ഹരയേ നമ, നമ ഒന്നെങ്കിൽ നമ എന്ന് പറയാം, അല്ലെങ്കിൽ നമഹ. രണ്ടും ശരിയാണ്. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമഹ എന്ന് പറയും. കേരളത്തിലുള്ളവർ രണ്ട് പക്ഷം, ചിലർ നമ എന്ന് പറയും, ചിലർ നമഹ എന്ന് പറയും. അർദ്ധപ്രയോഗമായിട്ടാണ് പതിവ്. ഇപ്പം നമ എന്നുള്ളതാണ് കൂടുതൽ ശരി എന്നാണ് പറയുക. ഒന്നെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമഹ, അല്ലെങ്കിൽ നമ. അതല്ലാതെ നമ എന്ന് മാത്രം പോരാ, അർത്ഥത്തിന് വ്യത്യാസം വരും. വിസർഗം ഉണ്ടെങ്കിൽ വിസർഗം അവിടെ നമ്മളത് അതിൻ്റെ പ്രാധാന്യം കൊടുക്കണം. രാമഹ എന്നുള്ളതിൽ ഒന്നെങ്കിൽ രാമഹ എന്ന് വായിക്കാം, അല്ലെങ്കിൽ രാമ. രാമ പോരാ. രാമ എന്ന് പറഞ്ഞാൽ എന്തായി? അത് സംബോധനയായി. ഏ രാമ, എടോ രാമ എന്നുള്ള അർത്ഥമാണ്. രാമനെ വിളിക്കലായി. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ശ്രീഹരയേ നമ. അപ്പോൾ ഒന്നാമത്തെ ദശകം ഈ രീതിയിൽ ഇനിയുള്ള ദശകങ്ങളും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അടുത്ത ദശകങ്ങളും ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നാം ദശകം ഇത് കേട്ട് നല്ലോണം ശ്രദ്ധിച്ച് പദങ്ങൾ മനസ്സിലാക്കി ഉച്ചാരണ ശുദ്ധിയോടുകൂടി അത് വായിച്ച് അയയ്ക്കുക. കൂട്ടത്തിൽ അടുത്ത ദശകം പഠിക്കാൻ താല്പര്യമുണ്ട്, ദശകം 2 പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് എഴുതി അയച്ചാൽ അതും ഇതേപോലെ ചെയ്ത് അയച്ചു തരാം. ഭംഗിയിൽ വൃത്തിയിൽ വേണ്ടതുപോലെ ഈ നാരായണീയം പഠിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.